ഇതിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഒരു മത്സരം നടത്തി പിരിയുകയല്ല ചെയ്യുക. രണ്ട് ചോദ്യങ്ങളുണ്ട്. ഈ അർജന്റീനയ്ക്ക് ഒരു എതിരാളി വേണമല്ലോ. അർജന്റീനയ്ക്ക് ഒത്തൊരു എതിരാളിയെ നമുക്കിനി കണ്ടെത്തേണ്ടതുണ്ട്. നമുക്ക് അടുത്ത എഫേർട്ട് എന്ന് പറയുന്നത് അതാണ്. നമ്മൾ അതിലേക്കുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റും. എന്തായാലും പ്രേക്ഷകരെ നിരാശപ്പെടുത്താത്ത ഒരു മത്സരമായിരിക്കും നമ്മൾ ഒരുക്കാൻ പോകുന്നത്, അല്ലേ ആന്റോ അഗസ്റ്റിൻ? ഗംഭീര ടീമായിരിക്കും അരുൺ. ഞങ്ങൾ 1-2 ടീം ഗവൺമെൻറ് നമ്മളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അബ്ദുറഹ്മാൻ മിനിസ്റ്ററും നമ്മളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഗംഭീര ടീമായിരിക്കും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും കളി എന്നുള്ളതാണ്. ഒരു ലോകകപ്പ് നിങ്ങൾക്ക് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കാണാം. ഒരു മിനി ലോകകപ്പ് അല്ലെങ്കിൽ ലോകകപ്പ് തന്നെ കാണാം. ഇതിൻ്റെ വലിപ്പം ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ലോകകപ്പിൻ്റെ ഇനാഗ്രേഷൻ എങ്ങനെയായിരിക്കും, ഒരു ഉദ്ഘാടന മത്സരം എങ്ങനെയായിരിക്കും, അതുപോലെ ഒരു വലിയ മാമാങ്കമായിരിക്കും തിരുവനന്തപുരത്ത് നടക്കാൻ പോവുക. വലിയ രീതിയിലുള്ള മ്യൂസിഷ്യന്മാർ, ഡ്രോൺ ഷോ, അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള 3D മാപ്പിംഗ് ഷോ, അതുപോലെ തന്നെ ഒരു 4-5-6 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വലിയ രീതിയിലുള്ള ഒരു പ്ലാനിങ്. ഇതുപോലെ ഒരു ലോകകപ്പ് ഇന്ത്യ കണ്ടിട്ടുണ്ടാവില്ല. അത് ഞാൻ പറഞ്ഞത് ഒരു ലോകകപ്പ് വേറെ രാജ്യങ്ങൾ, നമ്മൾ ഖത്തറിൽ ലോകകപ്പ് കണ്ടതല്ലേ, നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ ലോകകപ്പ് കണ്ടതല്ലേ. ഞാൻ പറയുന്നത് എപ്പോഴും 13-14 ദിവസത്തേക്ക് വേണ്ടി ഒരു ലോകകപ്പിന് വേണ്ടി 65,000-70,000 കോടി രൂപയാണ് ഒരു രാജ്യം ചെലവാക്കുന്നത്. മനസ്സിലായല്ലോ. ഇപ്പോൾ അടുത്ത 2031 കളിക്ക് വേണ്ടിയിട്ട് 1,50,000 1,60,000 കോടിയൊക്കെയാണ് സൗദി മുടക്കുന്നത്. എത്ര ദിവസത്തേക്ക് വേണ്ടിയാണ്? ഒരു ലോകകപ്പ് വേണ്ടി. ഇതേ ടീമാണ് വന്ന് കളിക്കുന്നത്, ഇതേ അർജന്റീന ടീമാണ് വന്ന് കളിക്കുന്നത്, ഇതുപോലെയുള്ള ടീമുകൾ തന്നെയാണ് വന്ന് കളിക്കുന്നത്. അപ്പോൾ അത്രയധികം ഒരു രാജ്യം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ രാജ്യം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോലെ ഒരു ചെറിയ കമ്പനിക്ക്, ഞാൻ വലിയ കമ്പനി എന്ന് പറയുന്നത്, ചെറിയ കമ്പനിക്ക്, ഒരു ചെറിയ സംസ്ഥാനത്തിന്, ഏറ്റവും ചെറിയ സംസ്ഥാനത്ത്, ലോകഭൂപടത്തിൽ ഒരു മൂലയ്ക്ക് നിൽക്കുന്ന ഒരു കുഞ്ഞ് സംസ്ഥാനത്തിന് ഒരു ലോകകപ്പിൻ്റെ മാതൃക ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഏത് ലെവലിലായിരിക്കും അത് ഉണ്ടാവുമെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതിൻ്റെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1,00,000 കോടിയില്ല നമ്മുടെ അടുത്ത്, 1,50,000 കോടിയില്ല നമ്മുടെ അടുത്ത്, 60,000 കോടിയില്ല. പക്ഷേ അതുപോലെ ഒരു മത്സരം നമ്മൾ കേരളത്തിൽ നടത്തും, ഗ്രീൻഫീൽഡ് KDC നടത്തും. അത് ഗംഭീര ടീമിനെ വെച്ച് നടത്തും. വരും ഗംഭീര ടീമായിരിക്കും. സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റ് പോലും അത്രേ ഉള്ളൂ എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ പണമില്ലായിരിക്കും, പക്ഷേ നമുക്ക് മെസ്സിയെ കൊണ്ടുവരണമെന്നൊരു ആഗ്രഹമുണ്ട്. പോലോകൊലൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു ആഗ്രഹം തീവ്രമാണെങ്കിൽ ലോകം മുഴുവൻ നമുക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ്. ഓരോ തവണ കലണ്ടർ ഇടുന്ന സമയത്തും ഈ മെസ്സി വരില്ല എന്നത് കേട്ട് നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നത് നമുക്കൊപ്പം നിൽക്കുന്ന, ഇപ്പോൾ തന്നെ അർജന്റീന ഫാൻസ് അസോസിയേഷൻ്റെ പേജിൽ പോയി നോക്കിയാൽ മതി, മലയാളികൾ യഥാർത്ഥത്തിൽ ഒരു പൂരമായിട്ട് ആഘോഷമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ മലയാളികളായ യഥാർത്ഥ ഫുട്ബോൾ പ്രേമികളായ, രാത്രിയും വൈകിയും ടർഫിൽ പോയി മൈതാനത്ത് പോയി കളിച്ച് വന്ന് മെസ്സിയെ സ്വപ്നം കണ്ട്, റൊണാൾഡോയെ സ്വപ്നം കണ്ട്, നെയ്മറെ സ്വപ്നം കണ്ട്, എംബാപ്പയെ സ്വപ്നം കണ്ടിരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യരാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ശക്തി എന്ന് പറയുന്നത്, അല്ലേ ആന്റോ അഗസ്റ്റിൻ? അവരെയാണ് നമ്മൾ നോക്കിയത്, അവരെയാണ് നമ്മൾ കരുതിയത്, അല്ലേ ആന്റോ അഗസ്റ്റിൻ? കേരളത്തിൽ ഇന്ത്യയിലെ മെസ്സി ആരാധകരെ കുറച്ച് കാണാൻ കഴിയില്ലായിരുന്നു. അത്രയധികം ആവേശമാണ് മലയാളികൾക്ക്. മെസ്സി എന്ന് പറഞ്ഞ ആവേശമാണ്, അർജന്റീന ടീം എന്ന് പറഞ്ഞ ആവേശമാണ്. നമ്മൾ കണ്ടതല്ലേ കൊടുവള്ളിയിലൊക്കെ വലിയ രീതിയിൽ ഒരു തോടിൻ്റെയൊക്കെ സെൻറ്ററിൽ വലിയ കട്ടൗട്ടുകൾ കയറ്റിയത്. കാരണം അത്ര ആവേശമുള്ള സ്ഥലമാണ്. മെസ്സി ആരാധകരെ നമ്മൾ അങ്ങനെയാണ് കാണേണ്ടതും. അവർ അത്ര സ്നേഹത്തോടെയാണ് മെസ്സിയായെ സ്വീകരിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. എനിക്കൊരു കാര്യത്തോട് പറയാനുള്ളത്, റിപ്പോർട്ടർ TVയുടെ ജേർണലിസ്റ്റുകളും എൻ്റെ കൂടെ എൻ്റെ സഹപ്രവർത്തകരെ കുറിച്ചിട്ടാണ്. ഞാൻ കേട്ടതിനേക്കാളും കൂടുതൽ ഏറ്റവും പഴി കേട്ടവർ അവരാണ് ഓരോരുത്തർ സ്ഥലത്ത് മൈക്കുകൊണ്ട് ചെല്ലുന്നത്, അവരാണ് ഓരോരുത്തരെയും കാണുന്നത്. നിങ്ങളടക്കമുള്ള എൻ്റെ കൂടുതൽ എന്നെ വിശ്വസിച്ച എൻ്റെ സ്റ്റാഫ് ഉണ്ടല്ലോ റിപ്പോർട്ടർ TVയുടെ, ഞാൻ അവരെ മുമ്പിൽ സ്തുതിക്കുകയാണ്. കാരണം അവരെനിക്ക് തന്നൊരു പിന്തുണയുണ്ടല്ലോ. എംറാജ് ഗ്രൂപ്പിൻ്റെ സ്റ്റാഫ്, റിപ്പോർട്ടർ TVയുടെ സ്റ്റാഫ്, എൻ്റെ സഹോദരങ്ങൾ, പിന്നെ എൻ്റെ കൂടെ നിന്ന ആൾക്കാർ എല്ലാവരെയും അവഹേളിച്ചു. മിനിസ്റ്റർ, സർക്കാർ ഒക്കെ എന്നെ ആ രീതിയിൽ. അപ്പം ഇവരൊക്കെ എൻ്റെ കൂടെ നിന്നൊരു പവറുണ്ടല്ലോ, എനിക്ക് റിപ്പോർട്ടർ TV തന്നൊരു പവറുണ്ടല്ലോ. എനിക്കൊരു റിപ്പോർട്ടർ TVക്ക് ശക്തി കൊടുത്തിട്ടില്ലായിരുന്നു. എല്ലാ കാലത്തും അങ്ങനെയാണ്. റിപ്പോർട്ടർ TVയിലെ ജേർണലിസ്റ്റും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകർ എനിക്കാണ് ശക്തി തന്നിട്ടുള്ളത്. അതിനാണ് ഞാൻ സത്യം പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഒരാൾ പോലും എന്നോട് പറഞ്ഞില്ല സാർ വരുമോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ടില്ല. ഒരാൾ പോലും എന്നെ നേരിട്ട് വന്ന് ചോദിച്ചിട്ടില്ല. എല്ലാവരും സാർ വരും, സാർ പരിശ്രമിച്ചോളൂ, നടക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. അതിലാണ് അതുപോലെ തന്നെയാണ് റിപ്പോർട്ടർ, പിന്നെ അർജന്റീനയുടെ ആരാധകരും
അത്രയധികം ആവേശമാണ് അർജന്റീന ആരാധകർക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു 99% ആൾക്കാരും അർജന്റീന ആൾക്കാർ 100% മെസ്സി വരുമെന്ന് വിശ്വസിച്ച ആൾക്കാരാണ്. അവർക്ക് വരില്ല എന്ന് മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ ഒരു വിഷമം വന്നിട്ടുണ്ടാവാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് നമ്മൾ പറഞ്ഞതല്ലാരും, കേരളത്തിലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ നമ്മളോട് ഇത് വരരുത് എന്ന് വിചാരിച്ച ആൾക്കാർ ആകാശത്ത് നിന്ന് ഉണ്ടാക്കിയതാണ്. ഞാൻ മിനിസ്റ്റർ പറഞ്ഞതിനെ കുറച്ചുകൂടെ കടത്തിയ ഒരു കാര്യം പറയാം. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമം ഒരു മെയില് പിന്നെ അർജന്റീനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മിനിസ്റ്റർ പറഞ്ഞൊരു 3-4 ചോദ്യമാണ്. മെസ്സി വരുമോ, എപ്പോൾ വരും, എത്രയ്ക്ക് എഗ്രിമെൻറ്റ്, എങ്ങനെയാണ് എഗ്രിമെൻറ്റ്, ഏത് രീതിയിൽ നടക്കും കളി, പിന്നെ ഒരു 6 പാരഗ്രാഫ് എഴുതിയിട്ടുണ്ട്. 6 പാരഗ്രാഫിൽ എഴുതിയ എന്താണ് അരുൺ? 1, ഇവിടെ ഫിഫ റാങ്കിങ്ങിലുള്ള ഒരു സ്റ്റേഡിയം ഇല്ല, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് എഗ്രിമെൻറ്റ് വെക്കുന്നത്? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഒരു ഹോട്ടൽ പോലും നല്ലതില്ല ഈ ഇത്രയും വലിയ ടീമിന് കളിക്കാൻ വേണ്ടിയിട്ട്, അതെങ്ങനെ കേരളത്തിൽ നടത്തുമെന്ന് ചോദിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇതുപോലെ ഒരു പിന്നെ സ്റ്റേറ്റിൽ ഈ അർജന്റീന പോലെ ഒരു വലിയ ടീം കന്ന് കളിക്കുന്നതിന് നിങ്ങൾ കേന്ദ്ര സ്പോർട്സ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇത്രയും ചെറിയ കമ്പനികളൊക്കെ ആയിട്ടാണോ എഗ്രിമെൻറ്റ് വെക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം എന്താണ് ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് നോക്കിക്കുക. ഏതെങ്കിലും സാധ്യത വരുന്നുണ്ടെങ്കിൽ അതും കൂടി അടയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവിടെ. കാരണം അവരുമായിട്ട് നമ്മൾ മാസങ്ങളായിട്ടും വർഷങ്ങളായിട്ടുള്ള കോണ്ടാക്ട്സ് കൊണ്ട് നമ്മളെ വിശ്വസിച്ച് മുന്നോട്ട് പോയി എഗ്രിമെൻറ്റ് വെച്ചതിന് ശേഷം അവരോട് പറയുകയാണ്, നമ്മൾ പറയുന്നു വരുന്നു എന്ന്, ഇവിടുന്ന് പറയുന്നു വരുന്നില്ല എന്ന്. അപ്പം അത് വരുത്താതിരിക്കാൻ വേണ്ടി ഒരു എടുത്ത എഫേർട്ടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതുകൊണ്ട് നമുക്കൊരു വാശി കൂടി എന്നുള്ളതാണ്. നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും എഫേർട്ട് ഇതിന് മുമ്പ് എടുത്തില്ല. കഴിഞ്ഞ ഒരു 20 ദിവസമായിട്ട് എടുത്ത എഫേർട്ട്. കാരണം നമ്മുടെ ചെയർമാൻ കഴിഞ്ഞ 15 ദിവസമായിട്ട് പിന്നെ അർജന്റീനയിലും മിയാമിയിലും ഫ്ലോറിഡയിലൊക്കെയാണ്. കാരണം അത്രയധികം എഫേർട്ട് നമ്മുടെ എൻ്റെ ടീം എടുത്തു എന്നുള്ളതാണ്. ഒരു വലിയ വിജയത്തിലേക്ക് എൻ്റെ ടീമിന് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.